everyone, good evening. Welcome back to Xylem Learning. Anumamis ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സോഴ്സ് ഓഫ് എനർജി, ഊർജ്ജ സ്രോതസ്സുകൾ എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗം പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ അതിൽ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നോക്കിക്കോ എല്ലാവരും. കത്താൻ സഹായിക്കുന്നത് എന്താണ്? അപ്പൊ നിങ്ങൾക്കൊരു സെനേറിയോ എന്ന് വെച്ചാൽ ഒരു സംഭവം മിസ് ഇപ്പൊ പറഞ്ഞുതരാവേ. നിങ്ങളുടെ അമ്മമാര് ചിലപ്പോ ഇപ്പൊ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല, കാരണം എല്ലാവരും കുറച്ചുകൂടെ ഗ്യാസ് അല്ലേ യൂസ് ചെയ്യുന്നത്. പക്ഷെ പണ്ട് നമ്മൾ അധികം എന്താണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? വിറകടുപ്പുകളാണ്. അപ്പൊ ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറച്ചാളെങ്കിലും വീട്ടിൽ വിറകടുപ്പ് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ പുറത്തായതുകൊണ്ട് തന്നെ അല്ലേ ചിലപ്പോൾ ചോറൊക്കെ വെക്കാനായിരിക്കും, കാരണം കുറേ ഗ്യാസ് വേണ്ടേന്ന് വിചാരിച്ചിട്ട് ചോറൊക്കെ വെക്കാനായിരിക്കും എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ ഇപ്പൊ വെറുതെ വിറകടുപ്പ് അധികം ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും അമ്മയാണെങ്കിൽ അല്ലെ ഒരു വലിയ കുഴലെടുത്തിട്ട് ഇങ്ങനെ ഊതി ഊതി നോക്കുന്നത്. അപ്പൊ എന്തിനാ ശരിക്കും ഈ ഊതി നോക്കുന്നത്? ഈ കുഴല് വെച്ചിട്ട് പൈപ്പോ കുഴലോ എന്താന്ന് വെച്ചാൽ അത് എടുത്തിട്ട് എന്തിനാ ഈ പറയുന്ന അടുപ്പിനകത്തേക്ക് നമ്മളിങ്ങനെ ഊതുന്നതെന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സത്യത്തിൽ എന്താ കത്താൻ വേണ്ടിയിട്ട് ശരിക്കും എന്താ വേണ്ടത്? ഇങ്ങനെയുള്ള ഒരു ചോദ്യം അല്ലെ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതാണ് ഇന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മിസ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഒരു വിറകടുപ്പ് എടുക്കുമ്പോ അല്ലെ നിങ്ങൾക്കറിയാം നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് വിറകുകൾ ഇങ്ങനെ വെക്കും അല്ലെ. അപ്പൊ വിറക് മാത്രം വെച്ചുകൊണ്ട് കുറച്ച് തീയും വെച്ചുകൊണ്ട് അത് നന്നായിട്ട് കുക്ക് ആവണം എന്നൊന്നുമില്ല അല്ലെ. ആ തീ നല്ലോണം കത്തുന്നുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഉറപ്പാക്കി നോക്കണം. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ പൈപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, ഊതുന്നത്. അപ്പൊ കത്താൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മളെ സഹായിക്കുന്ന വാതകം എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധവായുവായിട്ടുള്ള ഓക്സിജൻ ഇല്ലേ. ഓക്സിജൻ ആണ് സത്യത്തിൽ കത്താൻ സഹായിക്കുന്ന വാതകം. അപ്പൊ ഈ പറയുന്ന അടുപ്പിനകത്ത് എന്തുണ്ടാവണം? വായു ഉണ്ടാവണം, ഓക്സിജൻ ഉണ്ടാവണം. അപ്പൊ അടുപ്പിനകത്താണെങ്കിൽ നമ്മൾ നന്നായിട്ട് എന്ത് വെച്ചുകൊടുത്തിട്ടുണ്ട്? ഈ പറയുന്ന മരങ്ങൾ വെച്ചുകൊടുത്തിട്ടുണ്ട്, മരക്കഷ്ണങ്ങൾ വെച്ചുകൊടുത്തിട്ടുണ്ട്. മരക്കഷ്ണങ്ങൾ വെച്ചുകൊടുത്തിട്ടുണ്ട് തന്നെ അതിനകത്തുള്ള വായുവിന്റെ അളവിൽ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് കുറവാണ്. ആ സ്ഥലത്ത് വായുവിന് പകരം ഇപ്പൊ ഉള്ളത് എന്താണ്? ഈ മരക്കഷ്ണങ്ങളാണ്. മരക്കഷ്ണമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഇന്ധനമായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ പറയുന്ന തീ കത്തണമെന്നുണ്ടെങ്കിൽ അല്ലെ വായുവും കൂടെ ഈ മരക്കഷ്ണങ്ങൾക്കൊപ്പം ഉണ്ടാവണം. തീ പടർന്നു പിടിക്കണമെങ്കിൽ അല്ലെ വായു ഉണ്ടാവേണ്ടതുണ്ട്. സോ കുഴൽ ഉപയോഗിച്ച് ഊതുന്നു, വിശറി ഉപയോഗിച്ച് ഊതുന്നതും ഒക്കെ എന്തിനാണ്? ബേണിങ്ങിന് എയർ നെസസറി ആയതുകൊണ്ടാണ്. അപ്പൊ അത് തെളിയിക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്പെരിമെന്റ് ഇതാണ്. 2 കാൻഡിൽ നമ്മൾ എടുത്തു, അതിലൊന്ന് കത്തിച്ചു വെച്ചു, മറ്റേതും കത്തിച്ചു വെച്ചിട്ടുണ്ട്. വ്യത്യാസം വരുന്നത് അതിലൊരു മെഴുകുതിരി നമ്മൾ എന്ത് ചെയ്തു? ഒരു ഗ്ലാസ് ടംബ്ലർ എടുത്തിട്ട് നമ്മളിങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ മൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാം? ഈ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി അങ്ങോട്ട് ഓഫായി പോകും. കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി എങ്ങനെയാണ് ഓഫായി പോയത്? കാരണം എന്താ സംഭവിച്ചത്? കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി ഓഫായി പോയത് ഈ പറയുന്ന ഗ്ലാസ് വെച്ചപ്പോ അല്ലെ കിട്ടുന്ന വായുവിന്റെ അളവിൽ എന്ത് ചെയ്തു? ഏറ്റക്കുറച്ചിലുകൾ വന്നോ. അപ്പൊ കത്തണമെന്നുണ്ടെങ്കിൽ സഫിഷ്യന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ വായു സപ്ലൈ ചെയ്ത് കൊടുത്തേ മതിയാകൂ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു പ്രവർത്തനം എന്നുള്ളത് അല്ലെ. അപ്പൊ കത്താൻ സഹായിക്കാൻ അല്ലെങ്കിൽ കത്തുന്നതിന് വായു ആവശ്യമാണ്, അല്ലെങ്കിൽ ഏത് വാതകമാണ് കത്താൻ ആവശ്യമുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം അല്ലെ. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാ? ഓക്സിജൻ ആണ്. അതേപോലെ തന്നെ തീ കെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാന്ന് ചിലപ്പം ചോദിക്കും, അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ വായു കത്താൻ ആവശ്യമാണ് എന്ന് തെളിയിക്കുന്ന പരീക്ഷണം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പരീക്ഷണം എഴുതുകയും ചെയ്യാം. ഓക്കെ ആണോ? സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. Until then, bye bye.